സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എന്തായിരുന്നു, എന്താണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട്, അത് FSSA. അടുത്തത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI, അതെന്താണെന്ന് പറഞ്ഞു. ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഫോം ചെയ്യുന്നത് ആദ്യമേ ഉണ്ടായിരുന്ന 8ഓളം ഫുഡിനെ റിലേറ്റഡായ ആക്ട്സ് എല്ലാം കൂടി ഒന്നിച്ച് കൂട്ടിയിട്ടാണ് ഇത് ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. അത് വന്നത് 2006 23 ഓഗസ്റ്റ് 2006 വന്നത്. 2008 അതോറിറ്റി ഫോം ചെയ്യുന്നത്. 2011 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളും ഇത് കൂടാതെ ഈ ഒരു ആക്റ്റിൽ 12 ചാപ്റ്ററും 101 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിതിൽ ഈ 12 ചാപ്റ്റർ പറഞ്ഞില്ലേ, ഈ 12 ചാപ്റ്റർ പറഞ്ഞാൽ കുറച്ച് ചാപ്റ്റേഴ്സ്, ഒരു 4-5 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെക്ഷൻസ് എന്ന് പറയുന്നത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് സെക്ഷൻസ്. ഇതിൽ ഈ ചാപ്റ്ററിൽ 3 സെക്ഷൻസാണ്. ഈ 1, 2, 3 എന്ന് പറയുന്നതാണ് സെക്ഷൻസ്. ഇതിൽ സെക്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ള ഡെഫിനിഷൻസാണ്. ഡെഫിനിഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം കുറച്ച് ഡെഫിനിഷൻസൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഫുഡ് എന്താണ്, ഓരോ സാധനം, അങ്ങനത്തെ കുറച്ച് നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് ഡെഫിനിഷൻസും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്ന ഡെഫിനിഷൻസാണ്. അധികം ഈസിയാണ്, ഒന്ന് വായിച്ച് വിട്ടുപോയാൽ മനസ്സിലാവുന്ന പോർഷനാണ്. അതുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാം, ഡെഫിനിഷനിൽ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ അറേഞ്ച്മെൻറ്റ് ഓഫ് സെക്ഷൻസ്. അതിൽ 3ാമത്തെ സെക്ഷനാണ് ഡെഫിനിഷന്. അതിൽ ഫസ്റ്റ് വൺ ഡെഫിനിഷൻസിൽ നമുക്ക് ഫസ്റ്റത്തെ ഡെഫിനേഷൻ എന്താണ്, ഫസ്റ്റ് വൺ അഡൽറ്ററൻറ്റ്. എന്താണ് അഡൽറ്ററൻറ്റ് അല്ലേ, അഡൽറ്ററൻറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്? അഡൽറ്ററൻറ്റ് മീൻസ് എനി മെറ്റീരിയൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയ്ഡ് ഫോർ മേക്കിംഗ് ദ ഫുഡ് അൺസേഫ് or substandard or misbranded or containing extraneous matter. നമ്മൾ ഈ നാട്ടിൽ മായം ചേർക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ മായമാണ് അഡൽറ്ററൻറ്റ് പറയുന്നത്. അതായത് ഫുഡിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫുഡിനെ നമുക്ക് അൺസേഫ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഫുഡിൻ്റെ അതിൻ്റെ കറക്റ്റ് ഒരു മൂല്യം ഉണ്ടാകും, ആ മൂല്യത്തിൽ നിന്ന് കുറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു എക്സ്ട്രേനിയസ് ആയ മാറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അഡൽറ്ററൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വണ്ണാണ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ് എന്താ? പരസ്യം കൊടുക്കുക. എങ്ങനെയാണ് പരസ്യം കൊടുക്കുക? നമുക്ക് ലൈറ്റ്, സൗണ്ട്, ഓഡിയോ വെച്ചിട്ട് വിഷ്വൽ പബ്ലിസിറ്റി കൊടുക്കുക. ലൈറ്റും സൗണ്ടും സ്മോക്ക്, ഗ്യാസ്, അങ്ങനത്തെ പ്രിൻ്റ് കൊടുക്കുന്ന ഇലക്ട്രോണിക് മീഡിയ വെച്ചിട്ട്, ഇൻ്റർനെറ്റ് വെച്ചിട്ട്, അങ്ങനെ എന്ത് സാധനത്തിൽ നമ്മൾ പരസ്യം കൊടുക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പരസ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഫുഡ് അതോറിറ്റി 2008 ഫോം ചെയ്ത ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി, ഡൽഹിയിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റീൻ്റെ ചെയർപേഴ്സണാണ് ഈ ഒരു ആക്ടിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഈ എല്ലാ ഡെഫിനേഷൻസും ഈ ആക്റ്റിൽ വരുന്ന ഡെഫിനേഷൻസാണ്. ഈ ആക്റ്റിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ഇതാണ്, അഡൽട്ടറൻ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ്, ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇന്ന മീനിങ് ആണ് എന്നുള്ളതാണ് ഈ ഡെഫിനേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ക്ലെയിം. അതായത് 4ാമത്തെ ക്ലെയിം എന്ന് പറയുന്നത് നമ്മളൊരു ഫുഡ്, അതായത് ഒരു ഫുഡ് വിൽക്കുക. ആ ഫുഡിൽ നമ്മൾ പറയുമ്പം ആസാം ടീ എന്നൊക്കെ പറയുന്ന ഇല്ലേ, അപ്പോൾ ആസാമിലുള്ള ടീ ആണ്, അങ്ങനെ അതായത് ഇന്ന സ്ഥലത്ത് നിന്നുള്ള, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഫുഡാണ് എന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പറയുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത് ക്ലെയിം, അല്ലെങ്കിൽ നമ്മൾ ക്ലെയിം ചെയ്യുക. എന്താ ക്ലെയിം ചെയ്യുന്നത്? ഈ ഫുഡ് ഇന്ന പ്രത്യേകത ഉണ്ട്, ഈ ഫുഡിന് ഇത്രോളം ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, ഈ ഫുഡ് ഇന്ന അസുഖമുള്ള ആൾക്കാർക്ക് കഴിച്ചാൽ കുഴപ്പമില്ല, അങ്ങനെ ഒരു ക്ലെയിം നമ്മൾ ചെയ്യുക. അതാണ് ക്ലെയിം. അതായത് നമ്മളൊരു ഒരു ബെനിഫിറ്റ് വെക്കുക ഒരു ഫുഡിന്, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി. കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഇതിൽ തന്നെ, അതായത് നമ്മുടെ ഫുഡ് അതോറിറ്റി ഫുഡ് ആക്റ്റിൽ സെക്ഷൻ 30, എത്രാമത്തെയാണ്? 30ാമത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ആര്? കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഫുഡ് സേഫ്റ്റീൻ്റെ കമ്മീഷണർ ഉണ്ടാവും, അത് ഓരോ ഡിസ്ട്രിക്റ്റിലും ആൾക്കാരുണ്ടാവും, ഓരോ സ്റ്റേറ്റിലും കമ്മീഷണേഴ്സ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അവരാണ് കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി. സെക്ഷൻ 30 കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കൺസ്യൂമർ. ആരാണ്? കൺസ്യൂമർ എന്ന് പറയുന്ന ആരാണ്? മീൻസ് പേഴ്സൺസ് ആൻഡ് ഫാമിലീസ് പർച്ചേസിങ് ആൻഡ് റിസീവിങ് ഫുഡ് ഇൻ ഓർഡർ ടു മീറ്റ് ദ പേഴ്സണൽ, അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് സാധനം വാങ്ങുന്ന ആളാണ് ആര്? കൺസ്യൂമർ.
സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ആളോ അല്ലെങ്കിൽ ഫാമിലിയോ കുടുംബമോ ആണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കണ്ടാമിനൻ്റ് ആണ്. അടുത്തെന്താണ് കണ്ടാമിനൻ്റ്. കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത് ഒരു ഫുഡ്, ഇതിപ്പോൾ വായിക്കാം, മീൻസ് എനി സബ്സ്റ്റൻസ് വെദർ ഓർ നോട്ട് ആഡഡ് ടു ഫുഡ് but which is present in such food as a result of the production, manufacture, processing, preparation, treatment, packing, packaging, transport or holding of such food, or as a result of environmental contamination and does not include insect fragments, rodent hairs and other extraneous matters. അതായത് കണ്ടാമിനേഷൻ അല്ലെ കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ ചെയ്യുന്ന സാധനം, അതായത് ഇപ്പോൾ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ സാധനം, അതായത് ഫുഡ് ഇപ്പോൾ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇപ്പോൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റിലോ അങ്ങനെ നമ്മൾ ഇറച്ചി ഉണ്ടാകുന്ന കാറ്റിൽസ് ആ സാധനത്തിനെ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ അവിടുന്ന് കഴിക്കുന്ന ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിൻ്റെ കേസിലൊക്കെ ആ മണ്ണിൽ നിന്നോ അങ്ങനെയൊക്കെ വരുന്ന കണ്ടാമിനൻ്റ് ആയ സാധനം നമ്മൾ സബ്സ്റ്റൻസസിനെ നമ്മളിതാണ് കണ്ടാമിനൻ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്, നമുക്ക് അൺസേഫായ സാധനം, ഫുഡിനെ അൺസേഫ് ആക്കുന്ന സാധനമാണ്. അതിൽ ഈ കണ്ടാമിനൻ്റിൽ എന്ത് വരില്ല, ഇൻസെക്ട്സോ അല്ലെങ്കിൽ റോഡൻറ്റിൻ്റെ ഹെയർസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് ഒന്നും വന്നാൽ എന്തിൽ വരില്ല, കണ്ടാമിനൻറ്റിൽ വരില്ല. ഓക്കെ അല്ല, അതായത് അധികം ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് കണ്ടാമിനൻറ്റിൽ വരിക. ഓക്കെ അല്ലേ. അപ്പോൾ കൺസ്യൂമർ കഴിഞ്ഞു, കണ്ടാമിനൻറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് ഡെസിഗ്നേറ്റഡ് ഓഫീസറാണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത് സെക്ഷൻ 36 പറയുന്ന ഓഫീസറാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത്. അത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോരുത്തരുണ്ടാവും. കഴിഞ്ഞ നമ്മുടെ പരിപാടിക്ക് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ബിബി സർ വന്നില്ലായിരുന്നു, നമ്മുടെ ഫുഡ് ടെക്കിൻ്റെ ഫുഡ് സേഫ്റ്റി എന്തായിരുന്നു ഫുഡിൻ്റെ ഡേറ്റ് എന്ന പരിപാടിക്ക്. അവരാണ് നമ്മുടെ വയനാട്ടിലുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ബി മാത്യു സാർ ഉണ്ടായിരുന്നില്ല, ആ സാറാണ് വയനാട്ടിലുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അവരെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആരാന്ന് ഓരോ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനെ ആളുണ്ടാവും. നെക്സ്റ്റ് വണ്ണാണ് എക്സ്ട്രേനിയസ് മാറ്റർ. Extraneous matters mean any matter contained in an article of food which may be carried from the raw materials, packaging materials or process systems and used for its manufacture, or which is added to it, but such matter does not render such article of food unsafe. അതായത് ഒരു ഫുഡിൻ്റെ അതിൻ്റെ റോ മെറ്റീരിയൽസിലോ അല്ലെങ്കിൽ പാക്കേജിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ സമയത്തോ ഈ ഫുഡിലേക്ക് അറിയാതെ വന്നു പോകുന്ന സാധനത്തിനാണ് എക്സ്ട്രേനിയസ് മാറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്താണ്, ഫുഡിനെ അൺസേഫ് ആക്കില്ല. നേരത്തെ പറഞ്ഞ കണ്ടാമിനൻ്റ്, അതായത് ഈ ജിയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടാമിനൻ്റ് എന്താണ്, ഫുഡിനെ അൺസേഫ് ആക്കും. പക്ഷേ എക്സ്ട്രേനിയസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിനെ അൺസേഫ് ആക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാൽ ഈ അരി ചാക്കരി, ആ ചാക്കരിയിൽ ചിലപ്പോൾ നമ്മൾ ഈ ചാക്കിൻ്റെ നൂലൊക്കെ കാണും അല്ലേ. ആ ചാക്കിൻ്റെ നൂല് എന്താണ്, ശരിക്കും അതൊരു എക്സ്ട്രീനിയസ് മാറ്ററാണ്. കാരണം ചാക്കിലുള്ള ആ അരിയിലുള്ള സാധനമല്ല, ചാക്കിലുള്ള സാധനം, പാക്കേജിങ് മെറ്റീരിയൽ ഇന്ന് നമ്മുടെ അരിയിലേക്ക് വന്നതാണ്. പക്ഷേ ഇത് ഫുഡ് അൺസേഫ് ആണോ? ഇല്ല. നമ്മൾ ആ ചാക്കിൻ്റെ നൂലെടുത്ത് മാറ്റി ആ അരിയെടുത്ത് എന്ത് ചെയ്യും, നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊണ്ടുപോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഫുഡിനെ അൺസേഫ് ആക്കാതെ, പക്ഷേ ഈ പ്രോസസ്സിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എന്ത് വരിക, പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ പാക്കേജിങ്ങിൻ്റെ സമയത്തോ ഫുഡിലേക്ക് വരുന്ന സാധനത്തിനാണ് നമ്മൾ എക്സ്ട്രേനിയസ് മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഫുഡ് എന്താ? ഫുഡ് എന്ന് പറയുന്ന സാധനം വലിയൊരു ഡെഫിനേഷൻ അല്ലേ. ഫുഡ് എന്ന് ഏറ്റവും ചുരുക്കി പറഞ്ഞുതരാം. ഫുഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ തിന്നുന്ന സാധനം, അതായത് നമ്മൾ ഹ്യൂമൻ കൺസെപ്ഷനുള്ള സാധനമാണ് ഫുഡ്. ഹ്യൂമൻ ഒന്നെങ്കിൽ കുക്ക്ഡ് ആവാം, ഇനി അഥവാ കുക്ക്ഡ് അല്ലാത്തത്, ഇനി അങ്ങനെ കുക്ക്ഡ് അല്ലാത്തത് കുക്ക്ഡ് ആയ സാധനങ്ങളെയാണ് നമ്മൾ ഹ്യൂമൻ കൺസെപ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ത് വരില്ല, ആനിമൽ ഫീഡ്സ് വരില്ല. അങ്ങനത്തെ സാധനം ആനിമൽസ് കഴിക്കുന്ന സാധനമൊന്നും ഫുഡല്ല, അത് ഫീഡാണ്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഹ്യൂമൻ കൺസെപ്ഷന് വേണ്ടിയിട്ടുണ്ടായിരിക്കുന്ന സബ്സ്റ്റൻസസ് ആണ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? അഡൾട്ടറൻറ്റ് പറഞ്ഞു, അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞു, ചെയർപേഴ്സൺ പറഞ്ഞു, ക്ലെയിം പറഞ്ഞു, കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി പറഞ്ഞു, കൺസ്യൂമർ പറഞ്ഞു, കണ്ടാമിനൻറ്റ് പറഞ്ഞു, ഡെസിഗ്നേറ്റഡ് ഓഫീസർ പറഞ്ഞു, എക്സ്ട്രേനിയസ് മാറ്റർ പറഞ്ഞു, ഫുഡ് പറഞ്ഞു. അങ്ങനെ 10 എണ്ണമായി. ഇനി അടുത്തതാണ് ഫുഡ് അഡിറ്റീവ്. ഫുഡ് അഡിറ്റീവ് എന്ന് പറയുന്നത് ഇത്രയും ആലോചിക്കുക, ഡെഫിനേഷൻ നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. ഇതാണ് സംഭവം. ഫുഡ് അഡിറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫുഡിലേക്ക് ആഡ് ചെയ്യുന്ന സാധനമാണ് ഫുഡ് അഡിറ്റീവ്. പക്ഷെ അതെന്തല്ല, ഫുഡിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. കാരണം വെച്ചാൽ അത് നിർബന്ധമില്ല. ഇപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യൂലേ, മീൻസ് ഇപ്പോൾ കേക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കളർ ആഡ് ചെയ്യൂലേ.
ഈ കളർ ആഡ് ചെയ്യൽ ശരിക്കും നമ്മൾ എന്തിനാണ് കളർ ആഡ് ചെയ്യുന്നത്? കളർ ആഡ് ചെയ്യുന്നത് ടേസ്റ്റ് കൂടുമോ? ഇല്ലല്ലോ. കളർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റ് കൂടുതൽ എന്താകെ നമുക്ക് ആ വിഷ്വൽ അപ്പിയറൻസ് മാത്രമേ കൂടുള്ളൂ അല്ലേ. അപ്പോൾ കളർ ആഡ് ചെയ്യുന്നത് എന്താണ്? ഒരു അഡിറ്റീവാണ്. അത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അതൊരു ഇൻഗ്രീഡിയൻ്റേ അല്ല. പക്ഷെ നമ്മളൊരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. ആ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ആഡ് ചെയ്യാനും പാടുള്ളൂ, എന്നാലേ അത് ഫുഡ് അഡിറ്റീവ് ആവുള്ളൂ. ആ ക്വാണ്ടിറ്റിയിൽ കൂടിക്കഴിഞ്ഞാൽ എന്തായി? അത് അഡൾട്രൻ്റായി, മായം ചേർത്തതായി. മനസ്സിലായില്ലേ? അപ്പോൾ ഫുഡ് അഡിറ്റീവ് എന്ന് പറയുന്നത് കളർ മാത്രമല്ല കേട്ടോ, ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ്നസ് ആഡ് ചെയ്യുന്ന ഒക്കെ ഫുഡ് അഡിറ്റീവിൽ വരും. നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫുഡ് അഡിറ്റീവിൽ വരുന്നത്. ഒരു ഫുഡിൻ്റെ പ്രോപ്പർട്ടി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഫുഡ് അഡിറ്റീവ് എന്ന് പറയുന്നത്. ഈ സാധനം എന്തല്ല? ഫുഡിൽ നിർബന്ധമല്ല, അത് ഫുഡിന് ഇൻഗ്രീഡിയൻ്റ് അല്ല. ഓക്കെ അല്ലേ? ഫുഡ് അഡിറ്റീവ് എന്താണെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ ആണ് ഫുഡ് അനലിസ്റ്റ്. ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 45 ഈ ഒരു ആക്റ്റിൽ സെക്ഷൻ 45 പറയുന്ന ആളാണ് ഫുഡ് അനലിസ്റ്റ്. ഇവരെന്താ സംഭവം? ഇവർ ഫുഡിനെ അനലൈസ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ലാബിൽ വർക്ക് ചെയ്യുന്ന, ഫുഡിൻ്റെ ലാബുണ്ട്, ആ ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫുഡ് അനലിസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 45. അപ്പോൾ ഏതൊക്കെ സെക്ഷൻ പറഞ്ഞു? ഒന്നാമത്തെ കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞ സെക്ഷൻ പറഞ്ഞു, ഏതായിരുന്നു? സെക്ഷൻ 30. അടുത്തത് എന്താണ്? ഡെസിഗ്നേറ്റഡ് ഓഫീസർ പറഞ്ഞു, സെക്ഷൻ 36. മറക്കരുത്, കമ്മീഷണർ സെക്ഷൻ 30, ഡെസിഗ്നേറ്റഡ് ഓഫീസർ സെക്ഷൻ 36, ഫുഡ് അനലിസ്റ്റ് സെക്ഷൻ 45. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ഫുഡ് അതോറിറ്റി. ഫുഡ് അതോറിറ്റി എന്താ? ഫുഡ് അതോറിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ ആക്ട് പ്രകാരം 2008 ഡൽഹി ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഇന്ത്യയിൽ വന്ന അതോറിറ്റിയാണ് ഫുഡ് അതോറിറ്റി. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 4 പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ 3 ആണ് ഡെഫിനിഷൻസ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഫുഡ് അതോറിറ്റി. അപ്പോൾ സെക്ഷൻ 4 ഫുള്ള് പഠിക്കാനുണ്ട്. അപ്പോൾ പറയും എന്തായാലും സെക്ഷൻ 4 എന്ത് വരുന്നത്? ഫുഡ് അതോറിറ്റി വരുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഫുഡ് ബിസിനസ്. ഫുഡ് ബിസിനസ് എന്താ? അത് നമുക്ക് അറിയുന്ന സംഭവം. ഒരു ഫുഡിനെ മാനുഫാക്ചർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ പാക്ക് ചെയ്യുക. അതായത് നമുക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ചില പ്രോഡക്റ്റ് ഉണ്ടാവും, ഇതിൻ്റെ കമ്പനി ശരിക്കും ഉണ്ടാക്കിയത് വേറെ ഏതെങ്കിലും മീൻസ് രാജ്യത്തു നിന്നാവാം. ചിലപ്പോൾ അത് ഇവിടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് ഇവിടുന്ന് ഇവരെന്ത് ചെയ്യും? പാക്ക് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്നാലും അത് ഫുഡ് ബിസിനസ്സാണ്. ഓക്കെ അല്ലേ? സ്വയം ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ചെറുകിട ബിസിനസ്സാണ്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വിൽക്കുന്നത്, അത് ഫുഡ് ബിസിനസ്സാണ്. ഇനിയുള്ള വലിയ വലിയ കമ്പനികൾ ഫുഡ് ബിസിനസ് സാധനം ഉണ്ടാക്കി എല്ലാം വിൽക്കുന്നില്ലേ, ഇപ്പം മിൽമ, അതൊക്കെ എന്താണ്? ഫുഡ് ബിസിനസ്സാണ്. അതായത് ഒന്നെങ്കിൽ മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുക, പാക്ക് ചെയ്യുക, ഇനി അഥവാ സ്റ്റോർ ചെയ്യുക, അത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കാറ്ററിംഗ് സർവീസസ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഫുഡിൻ്റെ ബിസിനസ്സാണ്. ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഉണ്ടാക്കുന്നതായാലും വിൽക്കുന്നതായാലും സൂക്ഷിച്ച് വെക്കുന്നതായാലും അല്ലെങ്കിൽ ഒരാളുടെ നിന്ന് വാങ്ങി മറിച്ച് വിൽക്കുന്നതായാലും ഒക്കെ എന്താണ്? ഫുഡ് ബിസിനസ്സാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. ഇതാര് ചെയ്യുന്നു? അതായത് ഈ ഫുഡ് ബിസിനസ് ഇപ്പോൾ ചെയ്യണ്ടേ, ഈ വിൽക്കണം, വാങ്ങണം, അല്ലെങ്കിൽ വിൽക്കണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ മറിച്ച് വിൽക്കണം, ഈ ചെയ്യുന്ന ഒരാളുണ്ടാവില്ല, അയാളെയാണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഓക്കെ. നെക്സ്റ്റ് വൺ ഫുഡ് ലബോറട്ടറി. നേരത്തെ ഫുഡ് അനലിസ്റ്റ് പറഞ്ഞില്ലേ, സെക്ഷൻ 45 നമ്മൾ ഫുഡ് അനലിസ്റ്റ് പറഞ്ഞു. എന്താ പറഞ്ഞത്? സെക്ഷൻ 45 ഫുഡ് അനലിസ്റ്റ് പറഞ്ഞു. ഈ ഫുഡ് അനലിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഫുഡിൻ്റെ ലാബിലാണ്, അതാണ് ഫുഡ് ലബോറട്ടറി. മനസ്സിലായില്ലേ? നാഷണൽ അക്രഡിറ്റേഷൻ ഓഫ് ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറിൻ്റെ അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്ന സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലബോറട്ടറീസ് കുറേ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മളൊരു ഇൻറ്റേൺഷിപ്പിനെ കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ലാബ് എന്നുള്ളത് കണ്ടില്ലായിരുന്നു നിങ്ങൾ? കൊൽക്കത്ത ഇതൊക്കെ ഈ ലാബൊക്കെ ഏതാ? ഫുഡിൻ്റെ ലബോറട്ടറിയാണ്. ആ ലബോറട്ടറിയാണ് എന്ത്? ഫുഡിൻ്റെ ലബോറട്ടറി. ഫുഡിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ലബോറട്ടറിയാണ് ഫുഡ് ലബോറട്ടറി. നെക്സ്റ്റ് വൺ ഫുഡ് സേഫ്റ്റി. ഫുഡ് സേഫ്റ്റി എന്താ സംഭവം? സേഫായ ഫുഡ്, അതായത് നമുക്ക് നമ്മൾ ഹ്യൂമൺ ആണ് കേട്ടോ, ഹ്യൂമൻ കൺസെപ്ഷന് സേഫായ ഫുഡ് തരിക, അതിനെയാണ് ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു എത്രത്തോളം മീൻസ് എങ്ങനെയൊക്കെ സേഫായിട്ട് നോക്കാം, എങ്ങനെയൊക്കെ സേഫാക്കി വെക്കാം, എങ്ങനെയൊക്കെ അൺസേഫ് ആയിട്ടുള്ള ഫുഡിനെ എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുഡ് സേഫ്റ്റീൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഒന്നാമത്തത് അഡൾട്രൻ്റ് പഠിച്ചു, അഡ്വർടൈസ്മെൻറ്റ് പഠിച്ചു, ചെയർപേഴ്സൺ പഠിച്ചു, സെക്ഷൻ 30 ക്ലെയിം പഠിച്ചു, ചെയർപേഴ്സൺ അല്ല, ഫുഡ് അതോറിറ്റി, കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി സെക്ഷൻ 30 പഠിച്ചു, കൺസ്യൂമർ പഠിച്ചു, കണ്ടാമിനൻ്റ് പഠിച്ചു, ഡെസിഗ്നേറ്റഡ് ഓഫീസർ പഠിച്ചു, എക്സ്ട്രേനിയസ് മാറ്റർ പഠിച്ചു, ഫുഡ് പഠിച്ചു, ഫുഡ് അഡിറ്റീവ് പഠിച്ചു, ഫുഡ് അനലിസ്റ്റ് പഠിച്ചു, ഫുഡ് അതോറിറ്റി പഠിച്ചു, ഫുഡ് ബിസിനസ് പഠിച്ചു, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ പഠിച്ചു, ഫുഡ് ലബോറട്ടറി പഠിച്ചു, ഫുഡ് സേഫ്റ്റി പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മളത്
കഴിഞ്ഞു. ഓക്കെ, ഇതെല്ലാം ഈസി അല്ലേ, നമുക്ക് ആ ടേം കേൾക്കുമ്പോൾ തന്നെ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവും. നെക്സ്റ്റ് വണ്ണാണ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ്. ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്നത് മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. നമ്മൾ ഈ ഓഡിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ എന്താ ഫിനാൻഷ്യൽ, അതായത് നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഓഡിറ്റിന് വരുന്നു, അങ്ങനത്തെ ചെയ്യുന്ന സംഭവം കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് സേഫ് ആയിട്ടാണോ, അവിടെ നല്ലോണമാണോ ഫുഡ് ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നതിനാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് പറയുക. മാനുഫാക്ചറിങ് യൂണിറ്റ്സിലാണ് എല്ലാ മെഷേഴ്സ്, ഫുഡ് സേഫ്റ്റിക്ക് വേണ്ട എല്ലാ മെഷേഴ്സ് ഇവർ എടുക്കുന്നുണ്ടോ, ഫുഡ് സേഫ്റ്റി കറക്റ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കേസിലാകുമ്പോൾ എന്താണ്, അക്കൗണ്ട്സ് കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാനല്ല, അത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡിൻ്റെ കമ്പനിയിൽ വരും, മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ വരും, അവിടെ വന്നിട്ട് ഇവർ എല്ലാ ഫുഡ് സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. എടുത്തിട്ടില്ലെങ്കിൽ അത് പറയും, അതിനെതിരെ അവർക്ക് ആക്ഷൻ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുന്ന ആരാണ്, ഫുഡ് സേഫ്റ്റി. അങ്ങനെ ആ പറയുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് ചെയ്യണ്ടേ, അതായത് ഒരു കമ്പനിയിൽ വന്നിട്ട് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് ചെയ്യണം. പക്ഷേ എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ നോക്കുക, വെറുതെ ചെന്നിട്ട് ഇത് വൃത്തിയില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ എല്ലാത്തിനും ഒരു മെഷേഴ്സ് ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതുണ്ട്. അതാണ് ഈ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. അതിൽ വരുന്നതാണ് GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, GHP, ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ്, HACCP, ഹസാർഡ് അനാലിസിസ്, ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്തിനാ, ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും ആര്, ഓഡിറ്റിൻ്റെ സമയത്ത്. മനസ്സിലായില്ലേ? അപ്പോൾ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ GMP, ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ്, GHP, ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ്, ഹസാർഡ് അനാലിസിസ്, ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്, HACCP, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കും. ഓക്കെ, ഇതാണ് ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. നെക്സ്റ്റ് വണ്ണാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നത് സെക്ഷൻ 37-ലാണ്. നേരത്തെ സെക്ഷൻ 36 ഏതായിരുന്നു പഠിച്ചത്, ഡെസിഗ്നേറ്റഡ് ഓഫീസർ പഠിച്ചു അല്ലേ? അപ്പോൾ ആരായിരുന്നു നമ്മൾ വയനാട്ടിലെ ഡെസിഗ്നേറ്റർ? ഇപ്പം ബിബി സാറാന്ന് തോന്നുന്നു, ഇപ്പം ബിബി സാറിന് ഞാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അന്നേ ബിബി സാറിൻ്റെ കൂടെ ഒരു മാം വന്ന ഓർമ്മയുണ്ട്, അഞ്ജു മാം. ആ മാമാണ് നമ്മുടെ വയനാട്ടിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അതായത് സെക്ഷൻ 37 ഒരു ലോയിൽ പറഞ്ഞ പോസ്റ്റാണ് കണ്ടോ. സെക്ഷൻ 37-ലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ പറയുന്നത്. അത് ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ഉണ്ടാവും. ഓരോ ഡിസ്ട്രിക്റ്റ് അല്ല, ഇത് കണക്കനുസരിച്ച് പിന്നെ അവിടെ ഉണ്ടാകുന്ന ഫുഡിൻ്റെ ഈ എത്രത്തോളം യൂണിറ്റ് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് കേട്ടോ ഫുഡ് സേഫ്റ്റി ഓഫീസർ വെക്കുക. നമ്മൾ വയനാട്ടിൽ ഒന്നേ ഉള്ളൂ, കാരണം അത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോ എത്രത്തോളം ഇതിനനുസരിച്ചിട്ടാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറെയും ഡെസിഗ്നേറ്റഡ് ഓഫീസറെയും അപ്പോയിൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഏതാണ്, സെക്ഷൻ 37-ൽ പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ഹസാർഡ്. ഹസാർഡ് എന്താ സംഭവം? നമ്മളെ ഫുഡിൽ കെമിക്കലായിട്ടോ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടോ എന്തെങ്കിലും ഏജൻറ്റ് ഫുഡിൽ വരിക, അത് നമുക്ക് അൺസേഫ് ആയിട്ട് വരിക, അതിനാണ് ഹസാർഡ്, ഫുഡ് ഹസാർഡ്. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ ഈ മൈക്രോ ഓർഗാനിസം ഒക്കെ, കെമിക്കലാവും എന്തെങ്കിലും കെമിക്കൽ സാധനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ പോട്ടെ ഈ ഇപ്പോൾ അടുത്ത് മാഗിക്ക് പ്രശ്നം ഉണ്ടായില്ലേ, എന്തായിരുന്നു മാഗീൻ്റെ പ്രശ്നം? അപ്പക്കാരം കൂടിയത്, അതായത് MSG എന്ന് പറയില്ലേ, ആ സാധനം കൂടിയതാണ്. ശരിക്കും അത് കൂടിയത് കൊണ്ടാണ് പ്രശ്നം വന്നത്. ഇപ്പം അടുത്ത് അതുപോലെ ഇതില്ലേ നെസ്ലേന് എന്തായിരുന്നു പ്രശ്നം? പഞ്ചസാര കൂടിയതാണ് പ്രശ്നം. ഇതൊക്കെ എന്താ സംഭവം? ഈ സാധനങ്ങളൊക്കെ അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് അവർക്ക് പ്രശ്നം വരാനുള്ള കാരണം. അപ്പോൾ ഈ എല്ലാ സാധനങ്ങളും ഇത്ര എമൗണ്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട്. അതിൽ കൂടിയാൽ ഇതെന്തായി, ഹസാർഡായി. മനസ്സിലായില്ലേ? അതുപോലെ ഫിസിക്കലായിട്ടുള്ള ഹസാർഡ്. ഇനി അപ്പോൾ ബയോളജിക്കൽ കഴിഞ്ഞ് കെമിക്കൽ കഴിഞ്ഞ് ഫിസിക്കൽ ഹസാർഡ്സിൽ എന്തൊക്കെയാണ്? ഫിസിക്കലായിട്ടുള്ള സാധനം എന്തെങ്കിലും ഈ നമ്മൾ എന്തെങ്കിലും വടി കഷ്ണോ അല്ലെങ്കിൽ പോട്ടെ കമ്പി കഷ്ണോ അല്ലെങ്കിൽ പിന്ന് അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗ്ലാസ് ബീഡ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫുഡിൽ വരിക, അതിനാണ് ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹസാർഡ്സൊക്കെ വരുന്നത് എന്താണ്, നമുക്ക് ഫുഡിനെ അൺസേഫ് ആക്കും. അപ്പോൾ ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്? ബയോളജിക്കലി കെമിക്കലി ഫിസിക്കൽ ഏജൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ട് എന്താ നിങ്ങൾക്കറിയില്ലേ? ഇറക്കുമതി. അത് തന്നെ, ഫുഡിനെ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മളിതിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫുഡിനെ ഇറക്കുമതി ചെയ്യുക. എന്ത് വഴി? കടൽ വഴിയാവാം, ലാൻഡ് വഴിയാവാം, ഇനിയിപ്പോൾ അല്ലെങ്കിൽ എയർ വഴിയാവാം. ഏത് സീ അല്ലെങ്കിൽ ലാൻഡ് എയർ ഏതെങ്കിലും ഒരു വഴി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഫുഡിനെ ഇറക്കുമതി ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഇമ്പോർട്ട് എന്ന് പറയുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ്. ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 32-ൽ പറയുന്ന കാര്യമാണ്. ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നത് എന്താണ്?
ഇപ്പോൾ ഫുഡ് ഇൻഡസ്ട്രി എന്ത് ചെയ്തു, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പൂട്ടി അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പം തന്നെ ഇവരെ പൂട്ടുമോ? അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരു ഹോട്ടലാണെങ്കിൽ പോലും ഓൺ ദ സ്പോട്ട് ഭയങ്കരമായ പ്രശ്നം വെച്ചാൽ എന്തെങ്കിലും ഈ പോയിസണസ് ആയി വന്നു ആൾക്കാരൊക്കെ മരിച്ചു അങ്ങനെയൊക്കെ പ്രശ്നം എന്ന് ഫസ്റ്റ് തന്നെ ഇത് പൂട്ടും. ഇനി അതല്ല ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് വന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസാണ് കൊടുക്കുക. അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ ഒരു നോട്ടീസ് കൊടുക്കുക. അതിനാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ 32 പറയുന്നതാണ് ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് ഇൻഫൻറ്റ് ഫുഡ് അല്ലെങ്കിൽ ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഇൻഫൻറ്റ് ഫുഡ് എന്താ, കുട്ടികൾക്കുള്ള ഫുഡ് അല്ലെങ്കിൽ കുട്ടികളുടെ പാലിന് പകരം കൊടുക്കുക. നമ്മൾ ഈ നാന്, ലാക്ടോജൻ അങ്ങനത്തെ ഒക്കെ പ്രോഡക്ട്സ് അല്ലേ ഇൻഫൻറ്റ് ഫുഡ്. അത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഫുഡുകളാണ് പറയുന്നത്. ഈ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഫുഡിന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകം വേറെ തന്നെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. 1992 ഫീഡിംഗ് ബോട്ടിൽസ് ആൻഡ് ഇൻഫൻറ്റ് മിൽക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, ഫീഡിംഗ് ബോട്ടിൽസ് ആൻഡ് ഇൻഫൻറ്റ് ഫുഡ് റെഗുലേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ, ഇങ്ങനെ ഒരു ആക്റ്റും കൂടിയുണ്ട്. ഈ ആക്റ്റിൽ പറ്റുന്നത് എന്ത് ചെയ്യുള്ളൂ, ഇൻഫൻറ്റ് ഫുഡിൽ വരുള്ളൂ. ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കാൻ, ഒരു ഫുഡിനെ പ്രോസസ്സ് ചെയ്യാൻ ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലേബൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഫുഡിനെ ഉണ്ടാക്കുന്ന അതിൻ്റെ ചുറ്റും എന്തെങ്കിലും റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റെൻസിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും വകയിൽ എന്ത് ചെയ്യാൻ നമുക്ക് ഈ ഫുഡ് ഇതിൻ്റെ ഉള്ളിൽ ഈ പാക്കിൻ്റെ ഉള്ളിലുള്ള ഫുഡ് ഇന്നതാണെന്ന് മനസ്സിലാക്കാൻ അവർ ഉപയോഗിക്കുന്ന ഏത് മെത്തേഡ് എന്താണ്, ലേബലാണ്. അത് ചിലപ്പോൾ പെയിൻ്റ് അടിച്ചതായിരിക്കാം, ചിലപ്പോൾ പ്രിൻ്റ് ചെയ്തായിരിക്കാം, ചിലപ്പോൾ സ്റ്റെൻസിൽ ചെയ്തതായിരിക്കാം. എന്തെന്നായാലും ആ ഒരു മെത്തേഡ് അതിനെന്ത് പറയുന്നു, നമ്മൾ ലേബൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ലൈസൻസ് ആണ്. ലൈസൻസ് എത്രയാണ്, സെക്ഷൻ 31 വരുന്നത്. ലൈസൻസ് സെക്ഷൻ 31 വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫുഡിൻ്റെ എന്തെങ്കിലും ഇത് തുടങ്ങണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഫുഡിൻ്റെ ഇത് തുടങ്ങണം, നമുക്ക് ലൈസൻസ് എടുക്കേണ്ട. അപ്പോൾ ലൈസൻസ് ഏത് സെക്ഷനിലാണ് വരുന്നത്, 31 വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ലോക്കൽ ഏരിയ എന്ന് പറയുന്നത് ഒരു അർബൻ അല്ലെ റൂറൽ ഏരിയ ആണ്. ഒരു കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി പറയുകയാണ് ഇത്രയും സ്ഥലം ലോക്കൽ ഏരിയ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ ഓരോ ഏരിയ അനുസരിച്ചിട്ടാണ് ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഈ കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി തിരിച്ചിട്ടുണ്ടാവും ഓരോ സ്ഥലത്തുള്ളയും ഇത്ര ഏരിയ എന്നുള്ളത്. അതാണ് എന്തെന്ന് പറയുന്നത്, ലോക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി ഉണ്ട് ഡെഫിനേഷൻസ്. നമുക്ക് ഇന്നത്തത് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം, സെക്ഷൻസ് മാത്രം പറഞ്ഞിട്ട് പോവാം. സെക്ഷൻ 3 വരുന്നതാണ് ഡെഫിനിഷൻ. അത് പഠിച്ചിട്ട് സെക്ഷൻ 4 ഫുഡ് സേഫ്റ്റി അതോറിറ്റി നമ്മൾ പഠിച്ചു. ഇത് കൂടാതെ സെക്ഷൻ 30 കമ്മീഷൻ ഓഫ് ഫുഡ് സേഫ്റ്റി പഠിച്ചു. സെക്ഷൻ 31 ലൈസൻസ് പഠിച്ചു. സെക്ഷൻ 32 ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് പഠിച്ചു. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ ചാടി സെക്ഷൻ 36 ഡെസിഗ്നേറ്റഡ് ഓഫീസർ പഠിച്ചു. സെക്ഷൻ 37 ഫുഡ് സേഫ്റ്റി ഓഫീസർ പഠിച്ചു. സെക്ഷൻ 45 ഫുഡ് അനലിസ്റ്റ് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ സെക്ഷൻസും അതുപോലെ ഈ ഡെഫിനിഷൻസും ആണ് പഠിച്ചത് കേട്ടോ. ഓക്കെ അല്ലേ.